കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലെ ആളുകളുടെ ഓർമ്മകൾ പുസ്തകമായി പുറത്തിറക്കി. നാളെ നാട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഋതുപർണ ആർ ബാലുശ്ശേരിയുടെ 2 പുസ്തകങ്ങളുടെയും പ്രകാശനം ചടങ്ങിൽ വെച്ച് നടന്നു. പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 31 പേരുടെ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുന്നതാണ് നാളെ നാട് എന്ന പുസ്തകം. ഒരു നാടിന് മാത്രം പറയാനാവുന്ന കുറിപ്പുകളാണ് പുസ്തകത്തിലുള്ളത്. ഋതുപർണ ആർ ബാലുശ്ശേരി, മുബാറക് മുഹമ്മദ് എന്നിവർ ചേർന്നാണ് ഓർമ്മക്കുറിപ്പുകൾ ശേഖരിച്ച് പഞ്ചായത്തിനു വേണ്ടി പുസ്തകം തയ്യാറാക്കിയത്. നാളെ നാട് എന്ന് പറഞ്ഞാൽ നമ്മളെ പനങ്ങാട്, ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ച് പനങ്ങാട് പഞ്ചായത്തിലെ കുറേ ഓർമ്മക്കുറിപ്പുകളാണ്. 31 ആളുകളുടെ ഓർമ്മകളാണ് പനങ്ങാട് പഞ്ചായത്തിലെ സ്ഥലങ്ങൾ, വ്യക്തികൾ, പഴയതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു പുസ്തകം നാളെ നാട്. ഋതുപർണ ആർ ബാലുശ്ശേരിയുടെ ഇറങ്ങിപ്പോയവരുടെ കോണോദിയാരം, പാറമ്മലെ പഗോതി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടികൃഷ്ണൻ: ഋതുപർണയുടെ എഴുത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ കാണുന്നത്, സാധാരണക്കാരുടെ സാധാരണ ഭാഷയാണ് അവൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലുള്ള ഭാഷ നേരത്തെ ഇരുന്നിട്ട് ഉപയോഗിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്നാണ് എൻ്റെ ഓർമ്മ. സാധാരണക്കാരായ ആളുകളുടെ നാടൻ ഭാഷയിലാണ് അവൾ എല്ലാ പുസ്തകവും എഴുതിയിട്ടുള്ളത്. സിനിമാ താരം സുധി കോഴിക്കോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നാരായണൻ, ഡോക്ടർ K ശ്രീകുമാർ, പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടികൃഷ്ണൻ എന്നിവരാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. ഇസ്മയിൽ കുറുമ്പയിൽ, ദേവേശൻ പേരൂർ എന്നിവർ പങ്കെടുത്തു. പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.